കഴിഞ്ഞ വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഷാർജയിൽ. അപ്പോൾ അന്ന് ഇതുകൊണ്ടൊരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ഞാനും എൻ്റെ ഇളയ മകളും മരുമകനോട് ചേർന്ന് തിരിച്ച് വിളിച്ച് മകളുടെ റൂമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് വലിയ രീതിയിലുള്ള മുറിവൊക്കെ പറ്റിയായിരുന്നു, കയ്യിലൊക്കെ ഭയങ്കര നിലവിളിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയത്. അങ്ങനെ ചെന്നപ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന് അന്ന് ഞാൻ പറഞ്ഞോളെ ഇനി പോകരുതൊരിക്കലും, ഇനി നീ ഫൈനലായിട്ട് ഇനി അവനെ നീ ഒഴിവാക്കിയരായിരുന്നു. നിൻ്റെ ജീവിതത്തിൽ അവനിനി വേണ്ട. അവൻ നിന്നെ അല്ലെങ്കിൽ ഇതേ തന്നെ റിപ്പീറ്റ് ചെയ്ത് നിന്നെ കൊല്ലും അവൻ, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മോളെ ഇനി ഒരു കാരണവശാലും പോകരുത്. ഇല്ലച്ച ഞാൻ ഇനി പോകത്തില്ല, ഇത് ഫിനിഷ് ചെയ്ത് ഫൈനലാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ എനിക്കെന്നേരം അതിൻ്റെ പിറ്റേന്ന് ഇവിടെ തിരിച്ച് പോരേണ്ടി വന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ പിറ്റേന്ന് ആണെന്ന് തോന്നുന്നു, അത് തന്നെ ആ പിറ്റേന്നാണോ അതിൻ്റെ പിറ്റേന്നോ 2 ദിവസം ഇല്ല, ഒരു ദിവസമോ 2 ദിവസത്തിന് ശേഷം ഞാൻ ഇവിടെ തിരിച്ച് വന്നായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരാഴ്ച ഞാൻ അങ്ങനെ ഉറപ്പ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് ആദ്യം പറഞ്ഞില്ല. ഞാൻ ഷൗട്ട് ചെയ്യുമെന്ന് വെച്ചിട്ട് എന്നോട് പറയാതെ തന്നെ അവർ എല്ലാവരോടെ ചർച്ച ചെയ്യുമ്പോൾ എന്നോട് ചെന്ന് നിരന്തരം ചെല്ലുമായിരിക്കും. രാവിലെയും വൈകിട്ടും അങ്ങ് ചെല്ലും. ജോലി കഴിയുമ്പോൾ അവനങ്ങ് ചെല്ലും അവളെ വിളിക്കാനായിട്ട്. അന്നേരം പിന്നെ പെൺകുട്ടികളല്ലേ, ഒരാണ് എപ്പോഴും കുറവന് കിടന്ന് കാല് പിടിക്കുമ്പോൾ പെൺകുട്ടികൾ മനസ്സലിഞ്ഞു പോകില്ലേ. പെൺകുട്ടിയുടെ മനസ്സിൻ്റെ കാഠിന്യം അവർക്ക് അത് അല്ലെ, അങ്ങനെ ഉള്ള ഒരു മൈൻഡുള്ള കുട്ടിയല്ലേ എൻ്റെ മോള്. അത് വളരെ മകള് താല്പര്യത്തോടെ തന്നെ പോയിരുന്നതല്ലേ? അവന് താല്പര്യത്തോടെന്ന് പറഞ്ഞാൽ അവനിങ്ങനെ പിന്നെ നിർബന്ധിച്ച് ഇങ്ങനെ ഹരാസ് ചെയ്ത് കൊണ്ടുപോയാൽ പിന്നെ എന്ത് ചെയ്യും? വേണ്ട, ഒരു വേറെ വഴിയില്ലല്ലോ അവർക്ക്. അല്ലെങ്കിൽ പിന്നെ എന്നെപ്പോലെ മെച്ചുറായിട്ടുള്ള ഒരാളവിടെ വേണം. എൻ്റെ ഇളയ മരുമകനും എൻ്റെ ഇളയ മകളും കൂടെ ഉണ്ട്. അവർ യുവാക്കളല്ലേ, അവരുടെ മെച്യൂരിറ്റി എന്താണെന്ന് അവർക്ക് അത്രയെല്ലാം ചിന്തിക്കാൻ പറ്റും. കൂടുതൽ ഉയർന്ന ചിന്താഗതി അവർക്ക് ഉണ്ടാകത്തില്ല, എത്ര വലിയ വിദ്യാഭ്യാസം ഉള്ളവരായാലും. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടിരുന്നെങ്കിൽ അവളെ ഞാൻ വിടത്തില്ല ഒരു കാരണവശാലും. ഞാൻ ഇനി വന്നതിന് ശേഷം എന്നോട് പറയാതെ ഇവരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കൊണ്ടുപോയത്. അതിനുശേഷം എനിക്ക് വലിയ നീരസമായിരുന്നു വീണ്ടും പോയതിൽ. പിന്നെയും ഞാൻ വിചാരിക്കും ഒരു കുഞ്ഞുള്ളതല്ലേ, പെൺകുഞ്ഞുള്ളതല്ലേ, അവനുമായിട്ട് അല്ലെങ്കിൽ ഞാൻ എല്ലാവരും മനുഷ്യരല്ലേ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ അവനെന്തെങ്കിലും തെറ്റ് തിരുത്തി ജീവിതത്തിലേക്ക് വരും. ഭാര്യ എന്താണ്, മകളെന്താണ്, ആ ബന്ധം എന്താണെന്നൊക്കെ മനസ്സിലാക്കും, അവരെ സ്നേഹിക്കും എന്നുവരെ ഞാൻ ഒത്തിരി 10-11 വർഷം കൊണ്ട് പ്രതീക്ഷിച്ചിരിക്കുക. എന്നെങ്കിലും അവൻ മാറി വന്നാലേ ഭഗവാനെ 10 ദിവസം ഉണ്ടെങ്കിലും 10 ദിവസം എൻ്റെ മോടെ കൂടെ സന്തോഷത്തിൽ ജീവിച്ചവൻ നോർമലായിട്ട് നിന്ന് മദ്യപിക്കാതെ തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ ഒരിക്കലും അങ്ങനെ വരുന്നതാണ്. അവൻ പറയും, ഞാൻ ചിലപ്പോൾ വിളിക്കുമ്പോൾ പറയാം, ഇല്ലച്ചാ ഞാൻ ഇനി മദ്യപിക്കില്ല, മദ്യപാനമൊക്കെ ഞാൻ നിർത്തി എന്നൊക്കെ പറയുകയും ചെയ്യും. അവനെക്കൊണ്ട് അതിന് കഴിയില്ല. അവന് എല്ലാ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്ന രീതിയിലുള്ളൊരു സ്വഭാവമാണ്.